ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ പ്രത്യേക അവിട്ടം ദിന ചർച്ചയാണ്. ഇനി സൗമ്യ വധക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ ഈ ചർച്ച ഇന്ന് പോകും എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ആശങ്ക. എന്തായാലും വൈകുന്നേരമായപ്പോഴേക്കും വിധിപ്പകർപ്പിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചതോടുകൂടി സൗമ്യ വധക്കേസിൽ ഇനി കേരളത്തിന് ആശങ്കപ്പെടാൻ വലുതായി ഒന്നുമില്ല എന്ന് വ്യക്തമായി. വളരെ ആശ്വാസത്തോടു കൂടി തന്നെ ഓണാഘോഷത്തിലേക്ക് കേരളം തിരിയുന്ന കാഴ്ചയും കാണാം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ പ്രത്യേക ചർച്ചയിൽ പങ്കെടുക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഉദയായുടെ ചാക്കോച്ചനും ഒപ്പം പാട്ടുമായി വിധു പ്രതാപും. ഇരുവർക്കും സ്വാഗതം. ചാക്കോച്ചനും വിധു പ്രതാപും. ശ്രീ കുഞ്ചാക്കോ ബോബൻ, ഈ ഓണക്കാലത്ത് പീപ്പിൾ ടി വിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് ഉള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് ഈ ഓണദിനത്തിൽ, അവിട്ടം ദിനത്തിൽ പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്ത് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്കാണോ അതോ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് കീശയൊക്കെ വീർത്തിരിക്കുന്ന ഒരു പുതിയ പരിവേഷത്തിലാണോ? എന്താണ് കുഞ്ചാക്കോ ബോബൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? പ്രേക്ഷകരോട് എന്ത് പറയുന്നു? ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്കോ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കോ അല്ല, ഒരു മലയാളി, ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഈ ഓണക്കാലം എനിക്ക് ഏറെ പ്രത്യേകത ഉള്ളതാണ്. കാരണം ഉദയ എന്ന ബാനറിൻ്റെ തിരിച്ചുവരവ് 30 കൊല്ലത്തിന് ശേഷം ഒരു സിനിമയുമായിട്ട് വരുന്നു. അതിലൊരു വേഷവും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിലും ഒരുപാട് സന്തോഷങ്ങൾ തരുന്ന ഒരു ഓണക്കാലമാണ്. പ്രത്യേകിച്ച് KPIC, അത് ചുരുക്കപ്പേരാണ്. മുഴുവൻ പേര് കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ എന്ന സിനിമ പ്രേക്ഷകരുടെ എല്ലാവരുടെയും അംഗീകാരങ്ങൾ നേടി മുന്നോട്ട് പോകുന്നത് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഒരു അവസരവും കൂടിയാണിത്. ആദ്യത്തെ വാചകം അങ്ങനെ നിൽക്കട്ടെ ചാക്കോച്ച, ഞാൻ തിരിച്ചു വരാം. വിധു പ്രതാപിൻ്റേതായ ഒരു ശൈലിയിൽ പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്യുന്നത് നമുക്കൊന്ന് ആസ്വദിക്കാം. അതായത് ഒരു പാട്ടോടുകൂടി അല്ലേ? അതാണോ ശൈലി? അതാണ് ശരി. നമ്മൾ പാട്ടുകാരോടെ പോയാലും പാട്ടോടുകൂടി നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അധികം സംസാരിക്കാതെ പാട്ടോടുകൂടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 4 വരിയൊരു ഓണപ്പാട്ട്. ശരി, ഒരു വള്ളംകളി പാട്ടാണ് ഇത്. പണ്ട് വിദ്യാസാഗർ സാറിൻ്റെ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു കാസറ്റിലെ പാട്ടാണ്. ആറന്മുള പള്ളിയോട മാർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. ആറന്മുള പള്ളിയോട മാർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പു കൊണ്ടു. അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പു കൊണ്ടു. തുടക്കം ആയി. ചാക്കോച്ച, ഇപ്പോൾ വള്ളംകളിയെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും ഒക്കെയാണ് വിധു പ്രതാപിൻ്റെ പാട്ടിലും ഉണ്ടായിരുന്നത്. ഈ കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോയിൽ KPIC എന്ന് തന്നെ പറയാം. അതിലും ഈ പറയുന്ന കേരളത്തിൻ്റെ എല്ലാ തനിമയുമുണ്ട്, കേരളത്തിൻ്റെ പ്രകൃതിയുണ്ട്, വെള്ളമുണ്ട്, വള്ളമുണ്ട്, എല്ലാ പ്രകൃതി രമണീയമായ അവസ്ഥകളുണ്ട്, തനി കേരളീയതയുടെ കഥാപാത്രങ്ങളുണ്ട് അവിടെ. പക്ഷേ ഉദയായിൽ നിന്ന് ഒരു സിനിമ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ല തച്ചോളി അമ്പുവോ പാലാട്ട് കുഞ്ഞിക്കണ്ണനോ ഒക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ ഓണത്തിന്. എന്ത് പറ്റി ഈ KPIC? ഇല്ല, എന്താ പറയുക, ഒരു തട്ടിപ്പൊളുപ്പൻ സിനിമ എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന റിവ്യൂസ്, റെസ്പോൺസുകൾ, ആ രീതിയിൽ ഞാൻ എടുത്ത തീരുമാനം ഒട്ടും തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. പടം ഇറങ്ങിയ സമയത്ത് ഈ പറയുന്ന പോലെ തിയേറ്ററുകളിൽ അല്പം തിരക്ക് കുറവായിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഓണത്തിൻ്റെ മറ്റ് പല പരിപാടികളും ആൾക്കാർ കുടുംബത്തോടെ പുറത്തു പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ ഇതിന് മുമ്പ് നേരത്തെ റിലീസ് ചെയ്ത കുറച്ചും കൂടെ കമേഴ്ഷ്യൽ വയബിലിറ്റിയുള്ള സിനിമകൾ ആൾക്കാർ കാണാൻ പോകുന്നു. പക്ഷേ എൻ്റെ സിനിമയ്ക്ക് ഒരു സമയം വേണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് കുടുംബസമേതം എല്ലാവർക്കും കാണാവുന്ന ഒരു തനി കേരളീയത ഉള്ള, കേരള തനിമയുള്ള ഒരു നല്ലൊരു സിനിമ. അതുതന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വീണ്ടും തിരിച്ചു വരുമ്പോൾ, ഹൗസ് ഹോൾഡ് ബോർഡുകൾ കാണുമ്പോൾ ആ തീരുമാനം പാളിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തെളിയിക്കുന്നത്. പിന്നെ ഉദയ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ
വാണിജ്യ സിനിമകൾ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ വാണിജ്യപരമായ അടിസ്ഥാനം ഉദയ സിനിമകളായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഉദയ വീണ്ടും തിരിച്ചു വരുമ്പോൾ അങ്ങനത്തെ രീതിയിലൊരു സിനിമ ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ ആ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ഒരു നല്ല സിനിമ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന റിവ്യൂസിൽ നിന്നും റെസ്പോൺസുകളിൽ നിന്നും ലഭിക്കുന്ന വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യം. പിന്നെ നേരത്തെ ലാൽജി പറഞ്ഞ പോലെ കീശ നിറഞ്ഞ പ്രൊഡ്യൂസർ എന്നുള്ളത് ഇനി ആകാൻ കിടക്കുന്നുള്ളൂ, അതിന് കുറച്ചും കൂടെ സമയം വേണമെന്ന് തോന്നുന്നു. പക്ഷേ മനസ്സ് എന്തുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് സന്തോഷത്താൽ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വലിയ കീശയാണെന്ന് തോന്നുന്നു ചാക്കോച്ച. അത് ഇനി ഇപ്പോഴും ഈ ഹൗസ്ഫുള്ളായിട്ടും അത് നിറയുന്നില്ലെങ്കിൽ അത് കുറച്ചുകൂടി ഇനി നിറയട്ടെ. അതിൻ്റെ ആശംസകൾ ഉണ്ട്, നമ്മൾ ആശംസകൾ നേരുകയാണ്. എന്താണ് ഈ സിനിമയ്ക്കകത്ത്? പാട്ടാണോ അതോ കഥയാണോ അതോ നിങ്ങൾ ഈ അയ്യപ്പ കൊയ്ലോയും കൊച്ചൗവ്വ പൗലോയും തമ്മിലുള്ള ബന്ധമാണോ? എന്താണ് കൂടുതൽ ക്ലച്ച് പിടിക്കുന്നതായിട്ട് ചാക്കോച്ചന് തോന്നിയത്? ഇത് എല്ലാവർക്കും അവരുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. കൊച്ചവ്വ എന്ന് പറയുന്നത് എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. അയ്യപ്പദാസ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്നത് രുദ്രാക്ഷ്, നമ്മുടെ സുധീഷിൻ്റെ മകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ്. ഒരു ചെറിയ ഗ്രാമത്തിലുള്ള രണ്ട് ആൾക്കാർ, ഇവരുടെ രണ്ടുപേരുടെയും പാതകൾ ഒരു സമയത്ത് ഒന്നിച്ച് ചേരുകയാണ് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ രണ്ടുപേരുടെയും രണ്ട് ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഈ കൊച്ചവ്വ എപ്പോഴും പൗലോ കോയ്ലോ എന്ന നോവലിസ്റ്റിൻ്റെ ഒരു വാചകം, ആൽക്കെമിസ്റ്റ് എന്ന നോവലിലെ ഒരു വാചകം എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ അത് സാധിച്ചു തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. അത് എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം. അവർക്ക് ഈ പൗലോ കോയ്ലോ ആരാണെന്നറിയില്ല, എന്താണ് പുള്ളി ഈ ആൽക്കെമിസ്റ്റ് പറയുന്ന സംഭവം എന്താണെന്നറിയില്ല. പക്ഷേ ആ പേര് വളരെ പരിചിതമാണ്, ഈ വാക്കുകളും പരിചിതമാണ്. ഒരു ഘട്ടത്തിൽ ഈ രണ്ടുപേരുടെയും ജീവിതത്തെ ഈ പൗലോ കോയ്ലോയുടെ വാക്കുകൾ ഒരു വേറൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. അത് ജീവിതത്തിൻ്റെ തിരിച്ചടികളെ നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പ്രചോദനം നൽകുകയാണ്. ഇത് ഒരു ഇൻസ്പിറേഷണൽ മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതൊരു ഉപദേശ രീതിയിൽ പോകാതെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് പാട്ടുകളും നർമ്മവും കുറച്ച് സെൻറ്റിമെൻറ്റ്സും ഹ്യൂമൻ ഇമോഷൻസും ഒക്കെ ചേർത്തിട്ടുള്ള പ്രകൃതി രമണീയമായ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ മനോഹാരിത ഒപ്പിയെടുത്ത ഒരു ചിത്രം കൂടിയാണ് KPAC അല്ലെങ്കിൽ കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ. വിധു പ്രതാപ് കൂടി ഈ ചർച്ചയിലുണ്ട് എന്നുള്ളത് സർപ്രൈസ് ആണോ ചാക്കോച്ചൻ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ രണ്ടുപേരും പാടാമെന്നുള്ള രീതിയിലാണ് ചാക്കോച്ചൻ ഇങ്ങോട്ടേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം പാടണമെന്ന് ഞാൻ പറയുന്നില്ല, എന്താണ്? ഞാനിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് മമ്മൂക്കയെ കണ്ടിട്ടാണ് വരുന്നത്. കാരണം മമ്മൂക്ക പടം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നല്ലൊരു സിനിമയാണ്, ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. രുദ്രാക്ഷനെയും സിദ്ധുവിനെയും എന്നെയൊക്കെ ഒരുമിച്ച് നിർത്തി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സന്തോഷത്തോടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകണം മമ്മൂക്ക, എനിക്ക് ഈ പീപ്പിൾ ചാനലൊരു ന്യൂസ് ലൈവ് ഉണ്ട്. അപ്പം മമ്മൂക്ക പ്രത്യേകം പറഞ്ഞു, എൻ്റെ ചാനലാണല്ലോ, അപ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ലാൽജി പാടാൻ പറയും പക്ഷെ പാടരുത്. അപ്പം അങ്ങനെ മമ്മൂക്ക പറഞ്ഞുകൊണ്ട് മാത്രം സോറി ലാൽജി, ആവശ്യം ഞാൻ നിരാകരിക്കുകയാണ്. എന്തായാലും ചെയർമാൻ്റെ ആ ഉത്തരവ് നമ്മൾ പാലിക്കുന്നു. പക്ഷേ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് ഈ പരിപാടി തീരുന്നതിന് മുമ്പ് ഞങ്ങളൊരു അപേക്ഷ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട് മമ്മൂക്കയ്ക്ക്, ഒന്ന് മാറ്റി ഞങ്ങൾക്ക് വേണ്ടൊന്ന് ഈ പരിപാടി അവസാനിപ്പിക്കുമ്പോഴും രണ്ടുപേരി ചാക്കോച്ചനെ കൊണ്ടൊന്ന് പാടിപ്പിക്കാൻ. എന്തായാലും അതിലേക്ക് വരട്ടെ. വിധു പ്രതാപിനെ കൊണ്ട് എന്ത് പാട്ടാണ് ഇപ്പോൾ? ഫ്ലൈറ്റ് കയറിയെന്ന് തോന്നുന്നു, ഇനി കുറച്ച് നേരത്തേക്ക് ഫ്ലൈറ്റ് മോഡായിരിക്കും. വിധു പ്രതാപിനെ കൊണ്ട് ഏത് പാട്ട് പാടിക്കണം ചാക്കോച്ച? അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കുന്നത് എങ്ങനെയാണ്? വിധു പ്രതാപ് എനിക്ക് വേണ്ടി ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിലും ഇപ്പം ഈ അടുത്ത് നമ്മുടെ സൂരജ് എസ് കുറുപ്പിൻ്റെ മ്യൂസിക്കിലും. അപ്പം അതിൽ ഏത് ഗാനം വേണമെങ്കിലും വിധുവിന് പാടാം. ഇറ്റ്സ് അപ് ടു യു. ഒരു ഓണ സമ്മാനമായിട്ട് മലയാളി പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് നൽകാൻ കിട്ടുന്നൊരു അവസരമാണ്. പൊളിച്ചോ വിധു. ശുക്രിയയാണോ എന്താണ്? ഞാൻ പാടാത്ത ചാക്കോച്ചനെ ഞാൻ കോളേജിൽ ആദ്യമായി പാടിയ ഒരു പാട്ടുണ്ട്, ചാക്കോച്ചൻ്റെ അനിയത്തി പ്രാവ് സിനിമയിലെ. ആ പാട്ട് ഒരെണ്ണം പാടാം. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം സിനിമകളുടെ ഗാനശാഖ എടുത്താൽ വൺ ഓഫ് ദി എപ്പോഴത്തെയും എവർ ഗ്രീൻ ഹിറ്റ്സ് എന്ന് പറയുന്ന അതിലൊരു പാട്ടാണ് ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ട്. എല്ലാവർക്കും എക്കാലത്തും ഇഷ്ടപ്പെടുന്നൊരു പാട്ട്. ആ പാട്ട് ഞാൻ ചാക്കോച്ചിന് വേണ്ടി പാടുന്നു. ഓ പ്രിയേ നിനക്കൊരു ഗാനം
ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകേ നിറമിഴിയിൽ ഹിമകണമായി അലിയുകയാണീ വിരഹം ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം. വിധു, ഈ ചാക്കോച്ചൻ്റെ ആ പടം ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഈ പാട്ട് ഞങ്ങൾ അതിനകത്ത് കേട്ടു. യേശുദാസാണ് പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ ഇത്രയും ഒരു വിരഹ വികാരം ഒന്നും ചാക്കോച്ചൻ്റെ മുഖത്ത് അന്ന് നമ്മൾ കണ്ടില്ല. ഇത് എന്ത് സംഗതി കൂടിപ്പോയോ ചാക്കോച്ച? ഇത് എന്തുവാണിത്? വിധുവിന്റെ ശബ്ദത്തിലാണോ അതോ? അതെ, ഇവിടുത്തെ സംഗതി. അതെ, വിധുവിന്റെ. ഈ പണ്ട് എനിക്ക് ഏറ്റവും അസൂയുള്ള വിഭാഗത്തിൽപ്പെട്ട രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാരിൽ ഒരു ആളാണ് വിധു, ഗായകർ. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പെൺകുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് പ്രണയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും പാട്ടുകൾ അല്ലെങ്കിൽ പാടാൻ ഉള്ള കഴിവെന്ന് പറയുന്നത്. പലരുടെയും തെറ്റിദ്ധാരണ ഞാൻ നന്നായിട്ട് പാടും എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണയിലാണെന്ന് തോന്നുന്നു പ്രിയയും എന്നെ പ്രേമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുള്ളിക്കാരി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ പാടുന്ന പാട്ട് ഞാൻ അറിയാതെ പുള്ളിക്കാരി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ആ പാട്ട് എന്നും ഒരു നല്ല ഓർമ്മകൾ നൽകുന്ന പാട്ടാണ് അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ. അതും പ്രിയേ എന്ന് പറയുന്ന ഗാനം, എൻ്റെ വൈഫിൻ്റെ പേരും പ്രിയേ എന്നാണ്. അപ്പോൾ എനിവേ, താങ്ക് യു വിധു, താങ്ക് യു ഫോർ ദ നൈസ് സോങ് ആൻഡ് ദ വണ്ടർഫുൾ റെൻഡറിങ്. താങ്ക് യു. റൈറ്റ്. നമുക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്. ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു 10 മിനിറ്റ് നമ്മൾ പതിവ് പോലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇത്തരം സ്പെഷ്യൽ ചർച്ചകൾ നടക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ എന്തും ചോദിക്കും പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥികളോട്. എന്നാൽ ചോദിക്കാൻ പറ്റുന്നത് അവരോട് സ്ഥിരം ചർച്ചകളിൽ ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ എന്നുണ്ട്. അതിനോട് ചാക്കോച്ചനും കരുതിയിരിക്കുക, വിധു പ്രതാപും കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രിയേ എന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്തപ്പോഴാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ വേണ്ടതുണ്ട് എന്ന് തോന്നിയത്. ചാക്കോച്ച, ഓണം നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ചാക്കോച്ചൻ നേരത്തെ സൂചിപ്പിച്ചു. ആ കാര്യത്തോട് അനുബന്ധിച്ചാണ് ഉദയായിൽ നിന്ന് ചിത്രങ്ങൾ ഓണക്കാലത്തും വിഷുക്കാലത്തും ക്രിസ്മസ് കാലത്തും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ KPSC ആയിട്ടൊക്കെ വന്നു. ഓണം ഓർമ്മയിൽ എന്താണ് ചാക്കോച്ചന്? ഇപ്പോൾ എങ്ങനെയുണ്ട് സെറ്റിൽ ഇത് ആഘോഷിച്ച് തീർക്കുമ്പോൾ? ഓണം തീർച്ചയായിട്ടും നമുക്ക് സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ചും ലോകമെങ്ങുമുള്ള മലയാളികൾക്കും അത് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ കൂടുതലും വീടുകളിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് ഓണം ആഘോഷിക്കുന്ന ഒരു അവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല കാര്യങ്ങളും നല്ല രീതിയിലും ആൾക്കാർ ഓണം ആഘോഷിക്കാറുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ആലപ്പുഴയിലൊരു ശാന്തി മന്ദിരത്തിൽ അഗതികളോടൊപ്പം ഓണം ഉണ്ണുകയും അവർക്ക് കോടി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് സന്തോഷങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങളുണ്ടാകുമ്പോൾ അത് ആൾക്കാരുമായിട്ട് പങ്കിടുമ്പോഴാണ് ആ സന്തോഷം ഇരട്ടിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഓണക്കാലത്ത് സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഓണമാണ്. അത് എല്ലാവരുമായിട്ട് ആഘോഷിക്കുക, ഒന്നുചേർന്ന് ആഘോഷിക്കുക. ഈ ചെറുപ്പകാലഘട്ടത്തിൽ ചാക്കോച്ചനും ഈ പൂവൊക്കെ പറിക്കാനും അത്തം പൂടാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? ചാക്കോച്ചൻ്റെ ഒരു ചെറുപ്പകാല ചിത്രം ആളുകളുടെ മനസ്സിൽ, കുറച്ചെങ്കിലും പേരുടെയെങ്കിലും മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ധന്യ എന്ന ചിത്രത്തിൽ 5 വയസ്സുള്ള ചാക്കോച്ചനെ പറഞ്ഞോളൂ. ചോദ്യം അവിടെ നിന്നു. അത് ശരി, ഞാൻ വിചാരിച്ചു ഇനിയും പറയാൻ പോകുന്നത്. ഓണം ഈ പറയുന്ന പൂ പറിക്കാൻ പോവുക അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഇപ്പോൾ പൂക്കൾ നമുക്ക് ഇപ്പോൾ കടകളിൽ സുലഭമായിട്ട് ലഭിക്കും. അത് കൊണ്ടുവന്ന് വീട്ടിൽ പൂക്കളം ഇടുക എന്നുള്ള ഒരു ചടങ്ങ് ഇപ്പോഴും ഉണ്ട്.
ഇന്നലെ കൂടെ ഭാര്യ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് പൂക്കളൊക്കെ മേടിച്ച് ഞങ്ങളുടെ ഇപ്പോൾ എറണാകുളത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിൽ ഓണപ്പൂക്കളും ഒക്കെ ഇട്ടു, ഞാനും അമ്മയും പ്രിയയും കൂടി ചേർന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന പോലെ നമുക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആഘോഷിക്കാനായിട്ടുള്ള അവസരം പാഴാക്കാറില്ല. അത് ഇപ്രാവശ്യം പ്രത്യേകിച്ചും KPSC എന്ന സിനിമയിലൂടെ ആൾക്കാർക്കൊരു നല്ലൊരു ഓണസമ്മാനം കൊടുക്കാനും അത് വിജയിപ്പിക്കുക വഴി പ്രേക്ഷകർ എനിക്കും നല്ലൊരു ഓണസമ്മാനം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. വിധു, ഈ ഓണക്കാലത്ത് വിധുവും ഇതുപോലെ KPSC പോലെ വിധുവിൻ്റെതായ ഒരു KPSC പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KS ചിത്രയുമായി ചേർന്ന് ഓണപ്പാട്ടിൻ്റെ ഒരു ആൽബം. അതെ അതെ, പണ്ട് രവീന്ദ്ര മാഷ് സംഗീതം ചെയ്തിരുന്ന പാട്ടുകൾ ഒന്നുകൂടെ റിവൈവ് ചെയ്ത് നമ്മൾ ഇറക്കുകയാണ്. പല സിംഗേഴ്സും അതിൽ പാടിയിട്ടുണ്ട്. ഞാനതിൽ 3 പാട്ട് പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചിയുമായിട്ടൊരു ഡ്യുവറ്റ്. ആ പാട്ടാണ് അതിൻ്റെ ടൈറ്റിൽ. ആറ്റിലാന ചന്തം എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര്. പണ്ട് രവീന്ദ്ര മാഷ് ചെയ്ത പാട്ടുകൾ ഒന്നുകൂടെ അത് റീമിക്സ് എന്നോ റിവൈവ് എന്നോ നമുക്ക് എന്ത് പേര് വേണോ വിളിക്കാം, അത് ചെയ്തിട്ട് ഇറക്കുന്നത്. എന്തായാലും ഓണപ്പാട്ടാണല്ലോ ഇപ്പോൾ. ഓണപ്പാട്ടാണ്. പാടാൻ പറ്റും. പാടാം. ആറ്റില്ലാന ചന്തം ചിന്തും മാറൻ മുളയോടം, ആറ്റില്ലാന ചന്തം ചിന്തും മാറൻ മുളയോടം, പമ്പാ നദി പെണ്ണേ നിന്റെ ഉത്രട്ടാതി ചിത്രത്തോണി, പമ്പാ നദി പെണ്ണേ നിന്റെ ഉത്രട്ടാതി ചിത്രത്തോണി, കുമ്പത്തൊരു വയമ്പിടാം പൊന്നെ പോന്നിടാം ഞാൻ തന്നെ പോന്നിടാം, ആറ്റില്ലാന ചന്തം ചിന്തും മാറൻ മുളയോടം, ആറ്റില്ലാന ചന്തം ചിന്തും ആറൻ മുളയോടം. ഇവിടെ ആയിരുന്നെങ്കിൽ ചാക്കോച്ചനെ കൊണ്ട് നമുക്ക് ആ ചുണ്ട് അനക്കിപ്പിക്കായിരുന്നു. ചാക്കോച്ചൻ സിനിമയിൽ പാടിയ പാട്ട് ചുണ്ട് അനക്കുന്നു, വിധു പാടുന്നു. അവിടെ ആയതുകൊണ്ട് ഇത് രണ്ടും മാച്ച് ചെയ്യാതെ പോകും. ചിലപ്പോൾ പ്രേക്ഷകർക്ക് പ്രശ്നമാവും, കള്ളി വിളിച്ചതാവും. ചാക്കോച്ച, ഇതൊക്കെ വിട്ടുകൊടുക്കരുത്. പാട്ട് പാടുകയോ 2 കവിത പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇപ്പോൾ സ്വന്തമായിട്ട്? സ്വന്തമായിട്ട് ഒരു അഭ്യർത്ഥന ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ലാൽജി പാട്ട് പാടി കേട്ടാൽ കൊള്ളാമെന്ന്. ഇത് കേൾക്കുന്നില്ല ചാക്കോച്ച. നമുക്ക് എന്തോ ഒരു ഓഡിയോ പ്രോബ്ലം ഉണ്ട്. അതിനിടയിൽ അതാണ് കമ്പിളിപ്പോ അത് തന്നെ. ചാക്കോച്ച, നമുക്ക് കാര്യമായിട്ടൊരു ഇതിലേക്ക് വരാം. അത് ഇടയ്ക്ക് ഇടവേളയായിരുന്നു, പ്രേക്ഷകർ വിചാരിച്ചോളും. എന്തായാലും ചാക്കോച്ചനെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി പാട്ട് പാടാൻ യേശുദാസാണ് ആദ്യം അനിയത്തിപ്രാവിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. നല്ല വരികൾ ഉണ്ടായിരുന്നു, നല്ല ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ചാക്കോച്ചന് പാട്ട് പാടണമെങ്കിൽ വിധു പ്രതാപിനെ പോലെയുള്ള ആളുകൾ വരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് നിറമൊക്കെ വന്നപ്പോൾ. അല്ല, ആ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായില്ല. പണ്ടൊക്കെ നല്ല ശബ്ദം, ദാസാറിനെ പോലത്തെ നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വിധു പ്രതാപിനൊക്കെ ചാക്കോച്ചൻ പറയട്ടെ. എന്നെ വിളിച്ചു വരുത്തി മാനക്കെടുത്തായിരുന്നു. വാള് പോലെ അത് ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാം. ആദ്യം വിധു പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ ചാക്കോച്ചന് വേണ്ടി? എനിക്ക് വേണ്ടിയോ? അതെ, നിറത്തിലെ പാട്ട്. നിറത്തിലെ ഏത് പാട്ടായിരുന്നു ചാക്കോച്ച? എന്ത് പറ്റി? അതെ, ശുക്രിയ. ചാക്കോച്ചനൊരു പേടിയായിരുന്നു. ചോദിക്കില്ല, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് എനിക്ക് എന്റെ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോ. അല്ല, എന്റെ കരിയറിൽ വിധു പ്രതാപ് എന്നുള്ളൊരു ഗായകനുണ്ട് എന്നുള്ളത് ഒരു പുറം ലോകം അറിഞ്ഞ ഒരു സിനിമയായിരുന്നു നിറം. അതിനു മുമ്പ് ഞാനൊരു 8-10 സിനിമകളിൽ പാടിയിട്ടുണ്ടെങ്കിലും വിധു പ്രതാപ് എന്നൊരു ഗായകനുണ്ട് എന്നുള്ള ഒരു ലേബൽ എനിക്ക് കിട്ടിയത് നിറം എന്ന സിനിമയിലെ ശുക്രിയയിലൂടെയാണ്. അതിനെ തുടർന്നാണ് വിദ്യാസാഗർ സാറിൻ്റെ ഒത്തിരി സിനിമകൾ എനിക്ക് പാടാൻ പറ്റിയത്. റൈറ്റ്. എന്തായാലും ചാക്കോച്ചൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സിനിമയിൽ ഒരു അടിച്ചുപൊളി പാട്ട് വിധു പാടി. വിധു പാടിയിട്ടില്ലേ? സ്വപ്നക്കൂടിൽ എന്തോ സ്വപ്നക്കൂട് പാടിയിട്ടുണ്ട്. അതെ, സ്വപ്നക്കൂട് പാടിയിട്ടുണ്ട്. സ്വപ്നം കൊണ്ടൊരു തുലാഭാരതി പാടിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ചാക്കോച്ചൻ്റെ മറ്റേ ഇതിനു മുമ്പ് ഇറങ്ങിയ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി അതിലും പാടിയിട്ടുണ്ട്.
അതിലേത് പാട്ടായിരുന്നു? അതിൽ നമ്മളൊരു പ്രൊമോ സോങ് ആയിരുന്നു. എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു, ചാക്കോച്ചൻ്റെ കൂടെ ഡാൻസ് കളിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അതെ, ചാക്കോച്ചൻ ഡാൻസ് കളിക്കും അല്ലേ? അതെ. ആ പാട്ടൊന്ന് പാടിക്കുക. ചാക്കോച്ചൻ കൈ കൊണ്ടൊക്കെ ആക്ഷൻസ് കാണിക്കും. ചാക്കോച്ചൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞത്. അല്ല, വിധു ഇവിടുന്ന് പാടുന്നു, അതിനനുസരിച്ച് ചാക്കോച്ചൻ അവിടെ താളം പിടിക്കുന്നു, അല്ലെങ്കിൽ ശരീരഭാഷ പ്രയോഗിക്കുന്നു. ആ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. അത് ഞാൻ മാത്രമല്ല, ഞാനും ഇതിന്റെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്, ലാൽജി ഡാൻസ് ചെയ്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനവിടെ ചാക്കോച്ചൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനത് ചെയ്യാം. അതിപ്പോ ഈ കോസ്റ്റ്യൂമിൽ പറ്റുമോ എന്നുള്ളതാ ചാക്കോച്ചൻ. നമുക്ക് ഇത് കണ്ട ആളുകൾ ട്രോളിന് ഇത് മതി. ഇത് ഞാനും ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സൂരജ് എസ് കുറുപ്പും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് പാടിയതാണ്. ഒരു പ്രൊമോ സോങ് ആണ്. ഇത് സെപ്പറേറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തു. ചാക്കോച്ചനൊക്കെ അതിലുണ്ടായിരുന്നു. ചാഞ്ഞു നിൽക്കണ മാവുണ്ട്, മാവേലത്തിരി മാങ്ങേണ്ട്, എന്നോടൊപ്പം മാവിന്റെ മണ്ടയിൽ കയറി പറിക്കാൻ വാ. ഇനി കയറിയില്ലേലും വേണ്ടില്ല, താഴെ നിന്ന് വിളിച്ചൂടെ, എന്നോടൊപ്പം മാവിന്റെ മണ്ടയിൽ കയറി പറിക്കാൻ വാ. വാത്തേ പൂത്തേ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, ആ വാത്തേ പൂത്തേ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇതാണ് ആ പാട്ട്. വള്ളിയും പുള്ളിയും തെറ്റാതെ തന്നെ പാടി, അത് കുഴപ്പമില്ല. ചാക്കോച്ച, നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, അത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ആ ധന്യ എന്നുള്ള സിനിമയിലെ ഫാസിൽ സംവിധായകനായി മാസ്റ്റർ കുഞ്ചാക്കോ ബോബനെ അവതരിപ്പിച്ച ആ കാര്യമായിരുന്നു. ഇപ്പോൾ അത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആ നിമിഷത്തിൽ നിന്ന് കുഞ്ചാക്കോ ബോബൻ എന്ന ഇന്നത്തെ ആ താരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇല്ല, അന്ന് എനിക്ക് ഓർമ്മയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ ഒരു ഗാനരംഗം ഓർക്കുന്നുണ്ട്. ശ്രീവിദ്യാമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു കൊച്ചു കുട്ടി ഒരു കവിതാശകലം എന്തോ പാടുന്നുണ്ട്. ഒരു ചെറിയൊരു നാടൻ പാട്ട് പോലെ എന്തൊരു സംഭവം. എന്ത് ബ്ലാങ് ബ്ലാം ചട്ടിണിക്ക ഉപ്പിട്ട മാങ്ങ ഓളംപുളി ഇത്തിരി തിന്നിട്ട് പൂച്ചക്കുഞ്ഞ്, അങ്ങനെ വിദ്യാമ്മ പാടി കഴിയുമ്പോൾ എല്ലാ പിള്ളേരും ചേർന്ന് മ്യാവു എന്ന് പറയും. അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിൽ നിന്നും നേരെ ഞാൻ ജംപ് കട്ട് ചെയ്ത് ഓ പ്രിയെ പാടാൻ തുടങ്ങി. അവിടുന്ന് ജംപ് കട്ട് ചെയ്തില്ലേ? ഏതോ എനിക്ക് 2000 കഴിഞ്ഞപ്പോഴത്തേക്കും, 2009 ആയപ്പോഴത്തേക്കും. അതെ, അതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ അത് വളരെ പതുക്കെയായിരുന്നു, സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങൾ, ക്യാമിയോ റോൾസ്, ഗസ്റ്റ് റോൾസ്, സപ്പോർട്ടിംഗ് റോൾസ്. എന്നിട്ട് അങ്ങനെ VKP ഡയറക്റ്റ് ചെയ്ത ഗുലുമാലിലൂടെയാണ് വീണ്ടും നായകനിരയിലേക്ക് വരികയും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം വ്യത്യസ്തമായ കഥാപാത്രങ്ങളും നല്ല സിനിമകളുടെ ഭാഗമാകാനും ഇപ്പോൾ 30 കൊല്ലത്തിന് ശേഷം ഉദയയുടെ വീണ്ടും ഒരു ചിത്രം നിർമ്മിക്കാനായിട്ട് ഞാനൊരു നിർമ്മാതാവാകുന്നു. ഉദയയുടെ 87ാമത്തെ സിനിമയും ഞാൻ അഭിനയിക്കുന്ന 75ാമത്തെ സിനിമയുമായി KPAC സംഭവിക്കുന്നു. റൈറ്റ്. അല്ലേ, എല്ലാ അനുമോദനങ്ങളും ചാക്കോച്ച. 75ാമത്തെ സിനിമയാണ് KPAC എന്ന് പറയുന്നത്. ഒരു വാർത്തയാണ് ഉദയയുടെ ചാക്കോച്ചൻ്റെ. ചാക്കോച്ച, ഈ ഇടയ്ക്കൊരു ഇടവേളയൊക്കെ ഉണ്ടായി. പിന്നീട് വളരെ സൂക്ഷിച്ചാണ് ചാക്കോച്ചൻ ഓരോ കാൽവെപ്പും വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചില കാൽവെപ്പുകളൊക്കെ ഇങ്ങനെ വച്ചപ്പോഴത്തേക്കും വലിയ സൗഭാഗ്യങ്ങൾ തരാവുന്ന ചില ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചപ്പോൾ കൈവിട്ടു പോയതായും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് പോലെ ഒരു സിനിമ. അല്ല, ഒരു നാച്ചുറൽ പ്രോസസ്സിൽ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ആ സിനിമ ആദ്യം ചെയ്യാനായിട്ട് ഇരുന്ന ആൾക്കാരാണ് ഞാനും ലാലും ഒക്കെ. അതിനുശേഷം ഡേറ്റുകളിൽ ഓരോ പ്രാവശ്യം മാറി മാറി വന്ന ഒരവസരത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ക്ലാസ്മേറ്റ്. പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാലുവായിട്ട് പിന്നീട് ജോയിൻ ചെയ്തപ്പോൾ എൽസമ്മ എന്ന ആൺകുട്ടി സംഭവിക്കുന്നത്. അതിലൊരു നടൻ എന്നുള്ള നിലയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ലഭിക്കുകയും അതൊരു മോഡേൺ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇമേജിൽ നിന്നും ഒരു മാറ്റം പാലുണ്ണിയിലൂടെ എനിക്ക് ലാലു നൽകുകയും ചെയ്തു. പിന്നീട് പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയും അതിലും ഈ പറയുന്ന പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടൻ കഥാപാത്രം. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഒരു റെട്രോ അല്ലെങ്കിൽ ഒരു മോഡേൺ ഇമേജ് എന്നതിൽ നിന്നും മാറി വളരെ സാധാരണക്കാരനായിട്ടുള്ള അല്പം ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ ചേരുന്ന ഒരു നാട്ടിൻപുറത്തുകാരനായിട്ട് ഉള്ളൊരു കഥാപാത്രം ചെയ്യാനായിട്ടും കൂടിയുള്ളൊരു അവസരം എനിക്ക് തോന്നിയത്, കിട്ടിയത് എനിക്ക് തോന്നിയത് ക്ലാസ്മേറ്റ്സ് ചിലപ്പോൾ മിസ്സായതുകൊണ്ടാവാം. അങ്ങനത്തെ ഒരു നല്ല വശമാണ് ഞാൻ അതിലൂടെ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷേ വിധുവിന് ക്ലാസ്മേറ്റ്സ് എനിക്കൊരു നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ലാലു ചേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കരിയറിലൊരു ഒരുപാട് ബ്രേക്സ് തന്ന, എൻ്റെ കരിയറിലൊരു ഒരുപാട് ബ്രേക്സ് തന്ന ഒരു ഡയറക്ടറാണ്. ഒത്തിരി ഇപ്പം പറഞ്ഞ പോലെ ചാക്കോച്ചൻ്റെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയിൽ അതിലും ഞാൻ പാടിയിട്ടുണ്ട്.
പിന്നെ ക്ലാസ്മേറ്റ്സിൽ കാറ്റാടിത്തണലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിന് ശേഷമാണ് ഈ റീയൂണിയൻ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് സംഭവിച്ചത്. അപ്പോൾ എല്ലാ റീയൂണിയൻ കോളേജസിൽ പോയാലും മസ്റ്റായിട്ട് ഞാനുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്നൊരു സോങ്ങാണ്. അത് മാത്രമല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവർ പാടുന്ന ഈ റീയൂണിയൻ സമയത്ത് പാടുന്ന ഒരു പാട്ടാണെന്നുള്ളത്. അതെപ്പോഴും ഒരു ബ്രേക്ക് ആയിരുന്നു, എന്നെ സംബന്ധിച്ച് വലിയൊരു ബ്രേക്ക് ആയിരുന്നു. ഇത് ഞാൻ ചാക്കോച്ചനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ചാക്കോച്ചൻ ഇതുപോലെ പറയല്ലേ ഉള്ളൂ, പാടാനാ. ഓക്കെ. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയില മതിയാവില്ലൊരു നാളിലും നീ നല്ലൊരു നേരം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. വിധുവിനോട് ചോദ്യങ്ങൾ പാട്ടിലൂടെയാണ്, ചാക്കോച്ചനോട് അല്ലാതെയും വരുന്നു. അതുകൊണ്ടാണ് പാട്ട് കഴിഞ്ഞാൽ ഉടനെ ചാക്കോച്ചനിലേക്ക് വീണ്ടും വരേണ്ടി വരുന്നത്. ചാക്കോച്ച, ഈ ഉദയയെ വീണ്ടും റിവൈവ് ചെയ്ത് ഈ ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, വീണ്ടും ഒരു റീയൂണിയൻ എന്നുള്ള ചിന്തയൊക്കെ വരുന്നതും പഴയതൊക്കെ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെ തോന്നിയതിന് ഒരു കാരണം ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കേരളത്തിന് സമ്മാനിച്ചത്. ഈ ഉദയ എന്തുകൊണ്ടോ ചാക്കോച്ചനും ഇതേ കാരണം കൊണ്ടാണോ എന്നറിയില്ല അത് വീണ്ടും കൊണ്ടുവന്നു. വീട്ടിൽ ഉള്ളവരൊക്കെ, കാരണവന്മാരൊക്കെ എന്തു പറഞ്ഞു ഈ സിനിമ കണ്ടിട്ട്? പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അവരുടെയൊക്കെ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടാവും മുകളിൽ നിന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത്. ഉദയോടൊപ്പം ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ ഉദയോടൊപ്പം സഞ്ചരിച്ചിരുന്നവരും ഉദയയെ സ്നേഹിക്കുന്നവരും ഇപ്പോഴും പല സ്ഥലങ്ങളായിട്ടുണ്ടാവാം. പലരെയും എനിക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പം ചെന്നൈ ചെന്നപ്പോൾ ശാരദാമ്മയെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. ശാരദാമ്മയുടെ അനുഗ്രഹങ്ങൾ നേരിട്ട് സ്വീകരിച്ചു. അതുപോലെ തന്നെ കുറച്ച് ടെക്നീഷ്യൻസ് ഇപ്പം ഇപ്പോൾ എന്താ പറയുക, മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയെല്ലാം നേരിട്ട് വിളിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ചധികം ആൾക്കാരെ എനിക്ക് നേരിട്ട് വിളിക്കാനായിട്ട് സാധിക്കും. കാരണം ഉദയയുടെ ബാനറിൽ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു തിരിച്ചുവരവിൽ എന്നുള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ ഒരു അഭിമാനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആശ്വാസമുണ്ട്. അവരുടെ പേര് അല്ലെങ്കിൽ അവരാഗ്രഹിച്ചിരുന്ന രീതിയിൽ ഞാൻ ആ ഒരു സിനിമ ചെയ്തു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഉദയോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വിജയിക്കുന്ന ഒരു അവസരത്തിൽ അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അത് സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. ചാക്കോച്ച, ഇപ്പോൾ വിചാരിച്ചാൽ വലിയ മറ്റു താരങ്ങളും വേണമെങ്കിൽ ചാക്കോച്ചൻ്റെ സിനിമയിലെ എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ടൊക്കെ അഭിനയിച്ച് തരും. ചാക്കോച്ചന് വേണമെങ്കിൽ വിധു വെറുതെ പാടിത്തരും, ചാക്കോച്ചൻ്റെ സിനിമയല്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചാക്കോച്ചൻ തന്നെ എങ്ങനെ ബുദ്ധിമുട്ടണോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ആരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ പല രീതിയിൽ പല കാര്യങ്ങളിലും ആൾക്കാർ എന്നെ സഹായിക്കാനായിട്ട് അവരുടെ രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുള്ളതാണ്, ഞാൻ ചോദിക്കാതെ പോലും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ KPSCയിൽ ഒരു ഗസ്റ്റ് റോളിന് വേണ്ടിയിട്ട് ബിജു മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വിളിച്ച് യാതൊരു സങ്കോചവുമില്ലാതെ ബിജു വന്നിട്ട് അഭിനയിക്കുകയാണ്. ബിജുവിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഒരു ഫോർമാലിറ്റിക്കാണെങ്കിൽ പോലും തമാശക്കാണെങ്കിൽ പോലും. അപ്പോൾ ഇന്ന് ഞാൻ ബിജുവിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസറിൻ്റെ കീശയിൽ കാശ് വീണ് തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ പതുക്കെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോട ചേർക്കുക എന്നാണ് ബിജു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർ സിനിമയിലുണ്ട്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പഴയ ഒരു കാര്യം, ഇപ്പം ഉദയയുടെ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഐഷ എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്തത് നമ്മുടെ പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കമ്പോസിഷനായിരുന്നു പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ എന്നുള്ള പാട്ടുകളൊക്കെ. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ എന്താ പറയുക, ഒരു ഇമോഷണൽ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് പോകാം. പക്ഷേ ആ രീതിയിലൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി ഉദയ എന്ന് പറയുന്നത് അതിൻ്റെ തനതായിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റാൻഡുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ വിലയും എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് മുമ്പോട്ട് പോയിരിക്കുന്നതും. ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും അല്ലെങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വാല്യൂ കൊടുത്തിട്ടുമുണ്ട്, കൺസിഡർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ വിധു, നമ്മൾ വിചാരിച്ച പോലെ അല്ല, എവിടെ ഉപയോഗിക്കണം എന്നറിയാം. ഈ ബിജു മേനോനെ
ഗസ്റ്റായിട്ടൊക്കെ വിളിച്ച പോലെ പൈസ ചോദിച്ചപ്പോഴും ബിജുമേനോൻ പൈസ ചോദിച്ചപ്പോഴും വേറെന്തോ പറഞ്ഞതാണ് പറയുന്നത്. എപ്പോഴും ചോദിക്കണം, ആ ചോദ്യം എപ്പോഴാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒഴിയാനും ഒക്കെ നല്ലോണം അറിയാം അല്ലേ? എന്ത് തോന്നുന്നു? ചാക്കോച്ചൻ എപ്പോഴും നല്ലൊരു, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവൻ തിരിച്ച് അവൻ്റെ പടങ്ങൾ 3 പടങ്ങളിലേക്ക് ഗസ്റ്റ് റോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാക്കേജാണ്, പാക്കേജ് ആയിട്ട്. തല വെളി കാണിക്കണ്ട ചാക്കോച്ച. ചാക്കോച്ചൻ എപ്പോഴും എന്താ പറയണ്ടേ, എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ലൊരു മനസ്സിനുടമയാണ്. അതാണ് ചാക്കോച്ചൻ്റെ ഈ സിനിമകളൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷം വന്നെങ്കിൽ പോലും ജനങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ചാക്കോച്ചന് മനസ്സിലൊരു പ്രത്യേക സ്ഥാനം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചു വന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഇതുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരുപാട് ഹിറ്റ്സ് കൊടുക്കാനും ആ ഒരു മനസ്സിൻ്റെ പുണ്യം കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും നല്ല ഹിറ്റ്സുകൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്. ഇതിലും ഇപ്പോൾ KPSCയിലും ഞാൻ സിനിമ കണ്ടില്ല, ഉടൻ തന്നെ ചാക്കോച്ചൻ ഞാൻ പോയി കാണുന്നുണ്ട് സിനിമ. അതിലും ഞാൻ ഷാൻ എന്നെ കേൾപ്പിച്ചായിരുന്നു, നല്ലൊരു അല്ല കാണുന്നുണ്ട് അതിൽ ഷാൻ കേൾപ്പിച്ചായിരുന്നു. നല്ലൊരു സോങ് വിജുവും ശ്വേതയും കൂടെ പാടിയ നല്ലൊരു ഡ്യുവറ്റ് ഉണ്ട് അതിനകത്ത്, നല്ല മനോഹരമായിട്ടുള്ള. അതിപ്പോൾ ചാനലിൽ നല്ലവണ്ണം ടെലികാസ്റ്റ് ചെയ്ത് പോകുന്നു. അത് പാടാൻ പറ്റും? അതെനിക്ക് ട്യൂൺ എനിക്ക് വലിയ പിടിയില്ല, ഒറ്റ പ്രാവശ്യം ഞാൻ കേട്ടുള്ളൂ. പക്ഷേ ബ്യൂട്ടിഫുൾ സോങ്, നല്ല പാട്ടാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന ഓണം സീസണിൽ ഞാനത് എടുത്തിരിക്കും, എൻ്റെ ഷോയിൽ ഞാൻ പാടിയിരിക്കും. ഈ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വിധു ഒരു പാട്ട് പാടി നമുക്ക് ഇടവേളയിലേക്ക് പോകാം. ഏത് പാട്ടാണ് വിധുവിന് തീരുമാനിക്കും? ഓണപ്പാട്ട് തന്നെ ഒരെണ്ണം ആവാം. നമ്മുടെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന പാട്ടുകളിൽ ഒന്നാണ്, പല പാട്ടുകളുണ്ട് ഈ ഓണപ്പൂവേ, പൂവിളി പൂവിളി, എല്ലാം മനോഹരമായ പാട്ടുകളാണ്. പക്ഷേ എങ്കിലും എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ വരവേൽപ്പ് എന്ന സിനിമയിലെ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ 4 വരി പാടാം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. എല്ലാ ചർച്ചയും പോലെ ആകില്ല ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന് അതിഥികളും മനസ്സിലാക്കും എന്നാണ് കരുതുന്നത്. ചിലപ്പോൾ നമ്മൾ സ്ഥിരം ചോദ്യങ്ങളൊക്കെ ഈ ചർച്ചയിൽ ഇതുവരെ കടന്നു വന്നിട്ടുണ്ടാകാം. ഈ ഒരു 10 മിനിറ്റിലെങ്കിലും, ഇനിയുള്ള ഒരു 10 മിനിറ്റിലെങ്കിലും ഒരുപക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളല്ലാത്ത ചില ചോദ്യങ്ങൾ, ചില ഷാർപ്പ് ചോദ്യങ്ങൾ, ഒരു ഹോട്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നാൽ അതിഥികൾ ഇറങ്ങിപ്പോകില്ല, സഹകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി ചാക്കോച്ചനിൽ നിന്ന് തുടങ്ങാം. ചില ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ചാക്കോച്ച. ഏറ്റവും ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങാം. ഈ പല കാര്യങ്ങളും ഇപ്പോൾ ചാക്കോച്ചൻ പുറത്ത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വീട്ടിലെ പ്രിയ പത്നിയുടെ പേര് 2 പ്രാവശ്യമെങ്കിലും പറയാതെ ചർച്ച അവസാനിക്കാറില്ല എന്നാണ് കാണുന്നത്. അങ്ങോട്ട് കയറാൻ അല്ലെങ്കിൽ പറ്റില്ല എന്നാണോ? പണ്ട് പുള്ളിക്കാരിയോട് ഒരു ഇൻ്റർവ്യൂവിൽ ആരോ ചോദിച്ചു, പ്രിയയെ ചാക്കോച്ചൻ വഴക്ക് പറയാറുണ്ടോ, ദേഷ്യപ്പെടാറുണ്ടോ എന്നൊക്കെ. അതിന് പ്രിയ കൊടുത്ത മറുപടി ചാക്കോച്ചൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് എന്നാണ്. അപ്പോൾ അത് മനസ്സിലാകേണ്ടവർക്കത് മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. അത് ചിലപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെല്ലാം പലതും ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ. അതവിടെ ഇരുന്നോട്ടെ. അതിനോട് ചാക്കോച്ചന് പ്രതികരിക്കാനുണ്ടോ? എന്ത് പ്രിയയുടെ പേര് പറയുന്നോ? അതെ. ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലെ ഇപ്പം വിധു വരെ പ്രിയയുടെ പേര് വെച്ചുള്ള പാട്ടാണ് എന്നെ പാടി കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ളൊരു പേരാണ്. അങ്ങനെ നിർബന്ധമല്ല, വീട്ടിൽ നിന്ന് പ്രിയ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞിട്ടേ വരാവൂ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. നാച്ചുറലി ഹാപ്പൻസ്, അത്രേ ഉള്ളൂ. ഈ ബ്യൂട്ടി കോൺഷ്യസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ചോക്ലേറ്റ് ബോയ് ആണ് ചാക്കോച്ചൻ എന്ന് തുടക്കത്തിലൊരു വലിയ പറച്ചിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക പരിശീലനമോ ഫുഡോ ഡയറ്റോ ഒക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പം അതിന് പറ്റിയ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിവേഷം തനിയെ മാറിക്കോളും. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ച്, സിനിമകൾക്കനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പ്രേം നസീർ ഉണ്ടായിരുന്നു,
പിന്നീട് റഹ്മാൻ ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ വന്നു, അല്ലെങ്കിൽ ശങ്കർ ഉണ്ടായിരുന്നു, അതിന് ശേഷം ഞാനുണ്ടായി വന്നു. ഇപ്പോൾ നിവിനുണ്ട്, ദുൽഖറുണ്ട്. അവർ ചോക്ലേറ്റ് അല്ലെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള താരങ്ങളാണ്. ഈ ചാക്കോച്ച ചോദ്യങ്ങളിവിടെ റെഡിയാണ്. ചാക്കോച്ചൻ ഇപ്പോൾ ചോക്ലേറ്റ് ബോയ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ് ഇങ്ങനെ സ്വയം വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണോ അത്? വലിയ മെച്ചുവേർഡൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലില്ല, ഇപ്പോഴും ആൾക്കാരെ ചോക്ലേറ്റ് ബോയ് എന്ന് വിളിക്കുമ്പോൾ അത്യാവശ്യം സന്തോഷമൊക്കെ ഉണ്ട് ഉള്ളിൽ, പുറമെ കാണിക്കുന്നില്ലെങ്കിൽ പോലും. എന്താ ചാക്കോച്ചൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ചാക്കോച്ചൻ സ്വയം വിചാരിക്കുന്നത്? ഞാൻ നെഗറ്റീവ്സിലും പോസിറ്റീവ് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരിക്കാം എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇപ്പം ഒരു സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ തിരിച്ചടികൾ സംഭവിക്കുമ്പോഴും അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ടൊരു അവസരമായിരിക്കാം ദൈവം നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് മുമ്പോട്ട് പോകാനായിട്ട് എന്നെ എനിക്കൊരു ഊർജ്ജം തരുന്ന പ്രധാന ഘടകങ്ങളിലൊന്നും. ചാക്കോച്ച ഈ സിനിമയിലേക്ക് ചാക്കോച്ചനെ ഫാസിൽ ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ചാക്കോച്ചൻ്റെ രൂപവും ഭാവവും ഒക്കെ അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിലെ അംഗമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ചാക്കോച്ചന് പറ്റിയതാണ്, ഒരു പ്രണയ കാമുകനായ നായകനാകാൻ പറ്റിയത് ചാക്കോച്ചനാണെന്ന് തോന്നണമെങ്കിൽ അന്ന് ചാക്കോച്ചൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അത് ശരിയാണോ? വെറുതെ അല്ല ലാൽജി എൻ്റെ അടുത്ത് പ്രിയയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത പരുവത്തിലാക്കാനുള്ള ചോദ്യങ്ങളാണല്ലേ? ചോദ്യം സത്യസന്ധമായ ഉത്തരം പറയാനാണെങ്കിൽ എന്താണ് ചാക്കോച്ച പേടിക്കുന്നത്? ന്യൂസ് ആൻഡ് വ്യൂസ് സത്യം മാത്രം പുറത്തു കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ഇല്ല, ഞാൻ സത്യസം ഈ ചോദ്യം പക്ഷേ പാച്ചിക്കോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്. പാച്ചിക്ക വിചാരിച്ച് കാണുമായിരിക്കും അതൊരു നല്ലൊരു കഥാപാത്രമാണ്, നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഒരു സ്ട്രോങ് സ്റ്റോറിയുള്ളൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആര് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത, കാണാൻ വലിയ എന്താണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പയ്യനെ പിടിച്ചിട്ടത്. ചാക്കോച്ച ഈ ക്യാമറയിൽ തന്നെ നോക്കി, പ്രേക്ഷകരെ നോക്കി തന്നെ പറയുക. ഈ ചാക്കോച്ചൻ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതാണ്, വായിച്ചതാണ്. ഈ അന്നത്തെ നിങ്ങളുടെ പ്രണയ ജോഡി എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ, ശാലിനി, നിങ്ങൾ ഒരുമിക്കുന്നത് കാണാനായിരുന്നു ആരാധകർക്ക് ആഗ്രഹം എന്ന് ചാക്കോച്ചൻ പറഞ്ഞതായി തലക്കെട്ട് വന്നു. അങ്ങനെ ഒരു തലക്കെട്ടൊക്കെ വന്നത് ഈ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കേണ്ടവരല്ലേ ഈ സിനിമാക്കാർ? അല്ലെങ്കിൽ അയ്യോ, അങ്ങനെ നിർബന്ധമില്ലല്ലോ. ചില പ്രേക്ഷകർ വിചാരിക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആയി പോകണമെന്ന്. അത് അങ്ങനെയൊക്കെ സംഭവിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അതായത് ഫീൽഡ് ഔട്ട് ആകുമായിരുന്നോ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ? ഇല്ല, അതല്ല. ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ഒരേ തരത്തിൽപ്പെട്ടതും, അല്ലെങ്കിൽ എൻ്റെ രൂപത്തിന് പോലും മാറ്റങ്ങളില്ലാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ഞാനൊരു ഇടവേള എടുത്തത്. തിരിച്ചു വരുമ്പോൾ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റുകളും സിനിമകളും ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഞാൻ ആരാധകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ഒരു മാറ്റങ്ങളായിരുന്നു. ഞാൻ ഇടപെടുകയാണ്. ഈ തലക്കെട്ടിൽ, വാർത്തയിൽ വന്ന തലക്കെട്ടിൽ ചാക്കോച്ചൻ, ശാലിനി ആ പ്രണയ ജോഡികൾ അവർ ജീവിതത്തിൽ ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു എന്ന് ചാക്കോച്ചൻ പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞു. അതെൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർ പലരും ഉണ്ട്, ശാലിനെ പ്രണയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു റിലേഷനേ അല്ലായിരുന്നു. വി ആർ മോർ ഓഫ് ഫ്രണ്ട്സ്. പിന്നെ ശാലിനിയുടെ പ്രണയം എനിക്കറിയാമായിരുന്നു, അജിത്തുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അജിത്തുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന പോലെ ആൾക്കാർ പറയുന്നതനുസരിച്ച് എന്തും സംഭവിക്കാം. അല്ലെങ്കിൽ ആ ഒരു തലക്കെട്ട് മാത്രം വെച്ചിട്ട് ലാൽജി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യെസ്, തീർച്ചയായിട്ടും. ഇല്ല, ഇത് വെറും ചോദ്യങ്ങളാണ്. 10 മിനിറ്റ് ചാക്കോച്ചനെ ഇങ്ങനെ ഹോട്ട് സീറ്റിൽ ഇരുത്തുക, അതിങ്ങനെ പ്രേക്ഷകർക്ക് ഈ ഓണത്തിനൊരു എൻ്റർടൈൻമെൻ്റ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചാക്കോച്ചൻ മുഖത്ത് വന്ന ആ ഭാവം നമ്മൾ വായിച്ചെടുക്കുന്നു. ഇനി ചാക്കോച്ചനെ കണ്ടു രസിക്കാൻ വേണ്ടി ഇവിടെ വേറെ ഉണ്ട്. ചാക്കോച്ചനെ കണ്ടു രസിക്കാതെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അടുത്തൊരു 4-5 മിനിറ്റ് വിധു പ്രതാപ് ഇതുപോലെ ഇത് കേട്ടോളുക. വിധു പ്രതാപ് നേരെ ക്യാമറയിലേക്ക് മാത്രം നോക്കുക, പ്രേക്ഷകർ കാണട്ടെ.
വിധുവിനെ കുറിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് പറയുന്നത് വിധുവിൻ്റെ ക്രൈസ്റ്റ് നഗറിലെ പ്രേമത്തെക്കുറിച്ച് വിധുവിനെ കൊണ്ട് പറയിക്കണം എന്നാണ്. ഇല്ല, അങ്ങനെ പറയാൻ ചാൻസേ ഇല്ല. കാരണം ക്രൈസ്റ്റ് നഗർ ഒരു ബോയ്സ് സ്കൂളാണ്. ക്രൈസ്റ്റ് നഗറിൽ വിധു പഠിച്ചുകൊണ്ടിരുന്നപ്പോ അത് ശരി, അത് ഉത്തരം കണ്ടുപിടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ബോയ്സ് സ്കൂൾ ആയതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ ആ ടൈപ്പ് അല്ല. അതായത് ക്രൈസ്റ്റ് നഗറിൽ പഠിച്ചുകൊണ്ടിരുന്ന വിധുവിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച്. ക്രൈസ്റ്റ് നഗർ കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് നഗർ സ്കൂളിന്റെ തൊട്ടടുത്താണ് നിർമ്മല ഭവൻ. ചാക്കോച്ചന്റെ ഒരു സന്തോഷം കണ്ടോ? ക്രൈസ്റ്റ് നഗർ സ്കൂളിന്റെ തൊട്ടടുത്താണ് നിർമ്മല ഭവൻ സ്കൂൾ ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി പോകുമായിരുന്നു അവിടുത്തെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ആരോടും ആ സമയത്തൊന്നും പ്രണയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് എന്തിനാ വിധു പറയുന്നത്? അടുത്ത നിർമ്മലാ ഭവൻ ഉണ്ടോ എന്ന് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ചത് ബോയ്സ് സ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളുള്ള സ്ഥലത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്കൂൾ നിർമ്മലാ ഭവനാണ്. അങ്ങനെ അങ്ങോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, അപ്പോൾ അവിടെ ആയിരുന്നോ ഈ ആളുകൾ പറയുന്ന പ്രണയം? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ സ്കൂൾ സമയത്ത് എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. മാറിവരുന്ന സമയത്തൊക്കെ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മള് എന്താണ് പഠിക്കുമ്പോൾ ആർക്കായാലും ഉണ്ടാകുന്നല്ലോ. തീർച്ചയായിട്ടും. ഈ പാട്ട് ഇടയ്ക്ക് മതിയാക്കി സീരിയൽ അഭിനയത്തിന് പോയല്ലോ. അത് പാട്ട് മതിയാക്കി പോയതല്ല സാർ, വിളിച്ചുകൊണ്ട് പോയത്. ശ്രീകുമാരൻ തമ്പി സാറ് വിളിച്ചുകൊണ്ട് പോയത്. ഒരിക്കലും പാട്ട് നമ്മൾ മതിയാക്കി നമ്മൾ പോകുന്ന പരിപാടിയില്ല. കാരണം തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കുറിച്ച് നന്നായിട്ടറിയാം. ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ പോലും എവിടെ ചെന്നെത്തുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ലെജൻഡറി ഒരു ഡയറക്ടർ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ അത് നിരസിക്കാൻ മാത്രം ഞാൻ വളർന്നു എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ, അതൊരു അഹങ്കാരമായി പോവില്ലേ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. അത്രേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ വേണമെങ്കിൽ അഭിനയിക്കാമല്ലോ. വിജയ് യേശുദാസ് ഒക്കെ അഭിനയിക്കുന്നില്ലേ? അത് ഓരോരുത്തരുടെ, ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഓരോ തീരുമാനങ്ങളും ഓരോ ഇഷ്ടങ്ങളുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്, മ്യൂസിക് ഡിറക്ഷൻ ഇഷ്ടമാണ്. ഞാൻ അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അതായത് മ്യൂസിക് ഡയറക്ടർ ആകാൻ ആണ് ഇനി ശ്രമം? അല്ല, ശ്രമമൊന്നല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നല്ല പ്രോജക്ട്സ് കിട്ടിയാൽ ഞാൻ ചെയ്തു നോക്കും. മ്യൂസിക് പരമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ എനിക്കിപ്പോഴും താല്പര്യമുള്ള ഒരാളാണ്. ചെയ്തേക്കാം, പറയാൻ പറ്റില്ല. ചാക്കോച്ച ഡയറക്ടർ ആകാനുള്ള ചാക്കോച്ചൻ്റെ ശ്രമം എപ്പോഴാണ് അനൗൺസ് ചെയ്യുക? ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തൊരു വാർത്ത, പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് ചിത്രമെടുക്കാൻ പോകുന്നു. ലൂസിഫർ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അദ്ദേഹം സംവിധായകനാകുന്നു. അത് എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു, ഇനിയിപ്പോൾ സംവിധാനം ചെയ്യാൻ പറയുന്നു. ലാൽജി, ഞാൻ വലിയ കുഴപ്പമില്ലാതെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു ആദ്യമായിട്ട് നിർമ്മാതാവൊക്കെ ആയിട്ട് വലിയ പരിക്കുകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിനിടയ്ക്ക് വിധുവിൻ്റെ അടുത്ത് വന്ന് അഭിനയിക്കാനും കൂടെ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? എനിക്ക് സത്യത്തിൽ മനസ്സിലാകുന്നില്ല. എന്താണ് ചാക്കോച്ചനോട് പാട്ട് പാടാൻ പറയുമ്പോൾ എൻ്റെ നിഘണ്ടുവിലേ ഇല്ല. അതെ, ലാൽജി നമ്മളെ ഇവിടെ വിളിച്ച് ഓണമായിട്ട്. പക്ഷെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ കാര്യങ്ങൾ ലാൽജി ചോദിച്ചു. ലാൽജിയുടെ പല പല കാര്യങ്ങളുണ്ട്. ലാൽജിയുടെ പാട്ട്, ലാൽജിയുടെ ഡാൻസ്, ലാൽജിയുടെ പ്രണയം. പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് ഈ ചർച്ച ഇനി ഒരു 2-3 മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ദയവായി ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കാണ്. ചാക്കോച്ച, ഇപ്പോൾ പാരലൽ സിനിമകളിലൊക്കെ അഭിനയിക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. അംഗീകാരങ്ങൾ സർക്കാരിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു. ഡോക്ടർ ബിജുവിൻ്റെ സിനിമകളിൽ അഭിനയിച്ചു. ചാക്കോച്ചൻ ഒരു സർക്കാർ അംഗീകാരം അങ്ങനെ ഒരു വാശിയോടുകൂടിയാണോ ഇപ്പോൾ? ഒരിക്കലുമില്ല. ഞാൻ ശരിക്കും വലിയ ചിറകുള്ള പക്ഷികളെന്ന ഡോക്ടർ ബിജുവിൻ്റെ പടത്തിൽ അഭിനയിക്കാനുള്ള പ്രധാന കാരണം അതിൻ്റെ കഥ തന്നെയാണ്. അതിൽ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഒരു അവസ്ഥ, വളരെ ദയനീയമായ ഒരവസ്ഥ നേരിട്ട് അറിയാനായിട്ട് സാധിച്ചു. നമ്മൾ വായിക്കുന്നതോ അല്ലെങ്കിൽ പത്രങ്ങളിൽ വായിക്കുന്നതോ മാധ്യമങ്ങൾ ഈ ചാനലുകളിൽ കാണുന്നതിനേക്കാൾ ഉപരി അതിലും എത്രയോ ഭീകരമാണ് നമ്മൾ അവിടെ നേരിട്ട് ചെന്ന് കാണുമ്പോഴുള്ള അവസ്ഥ. അപ്പം അത് എന്നെ വളരെയധികം മനസ്സിൽ തട്ടിയതുകൊണ്ടാണ്, ആ കഥയും രീതികളുമൊക്കെ മനസ്സിൽ തട്ടിയതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്തത്. അല്ലാതെ ഒരു അവാർഡ് എന്നതിനേക്കാൾ ഉപരി ആ ഒരു അവസ്ഥ ആൾക്കാരിലേക്ക് എത്തണം, ആൾക്കാർ അറിയണം, പ്രേക്ഷകർ അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ആ സിനിമ ചെയ്തത്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത ചാക്കോച്ചന് ആ കാര്യത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വിധുവിനും സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് വന്നത്. ഈ സംസ്ഥാന അവാർഡ് സായാഹ്നം എന്നുള്ള സിനിമയെ കിട്ടി. വോയിസ് ഓഫ് ദ ഇയർ അംഗീകാരം കിട്ടിയ ആദ്യത്തെ ആളാണ്. അതെ,
ഇപ്പോൾ ഒരു പാട്ട് പെട്ടെന്ന് പാടുകയാണെങ്കിൽ? ഇപ്പോൾ ഒരു പാട്ട് പെട്ടെന്ന് പാടുകയാണെങ്കിൽ ഏത് വേണം? ഒരു മറ്റുള്ള ഒരാളുടെ മലരെ എന്നുള്ളൊരു പാട്ട് പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പാടാം. പിന്നെന്താ, സന്തോഷമുള്ള കാര്യമുള്ളൂ. മലരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടെന്നരികത്തിന്നണയാതിരുന്ന അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ, ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരുമറിയാതെ സൂക്ഷിച്ച താളങ്ങൾ, രാഗങ്ങൾ, ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളാ ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാടിൽ. തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ. അഴകേ. ചാക്കോച്ച, എല്ലാ പാട്ടുകൾക്കും പ്രതികരണങ്ങൾക്കൊക്കെ ഈ അഴക് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും. ഇപ്പോൾ ഈ KPSC എന്ന സിനിമയുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന ചാക്കോച്ചൻ നല്ല നല്ല കഥാപാത്രങ്ങൾ നോക്കിയാണ് ഒരു ഇടക്കാലത്തിന് ശേഷം അഭിനയിക്കാൻ ശ്രമിക്കുന്നത്. ഹൗ ഓൾഡ് ആർ യു ചാക്കോച്ച? അതുപോലെയൊക്കെയുള്ള നായിക പ്രാധാന്യമുള്ള സിനിമകളിൽ പോലും അഭിനയിക്കുന്നുണ്ട്. ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ചാക്കോച്ചൻ ഞെട്ടി. അത് പോട്ടെ. അപ്പോൾ ഇതുപോലെ കഥാപാത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ചാക്കോച്ചൻ. പെട്ടെന്ന് നമുക്ക് സമയം അവസാനിക്കുകയും കൂടെ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഒരു നല്ല സിനിമയുടെ ഭാഗമാകുകയാണെങ്കിൽ അത് ചെറുതോ വലുതോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ നായക നടന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു വലിയൊരു പ്രശ്നമായിട്ട് കരുതും എന്നുള്ളത്. നല്ല സിനിമയുടെ ഭാഗമാകാൻ നോക്കുക, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുക. അത് തന്നെയാണ് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോഴുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹവും അവർ ആഗ്രഹിക്കുന്നു. എന്തായാലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം ഈ ഓണസദ്യ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഈ അവിട്ടം ദിന സദ്യ. ഒരു പാട്ട് ചാക്കോച്ചനെ കൊണ്ട് പാടിക്കാനും വിധുവിനെ കൊണ്ട് ഒന്ന് അഭിനയിപ്പിച്ചു നോക്കാനും ഉള്ള അവസരം നമുക്ക് ഇല്ലാതെ പോകുന്നു. പ്രണയം, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ശരി ചാക്കോച്ച, നമുക്കത് വീണ്ടും പ്രേക്ഷകർക്ക് ഒരു വാക്ക് കൊടുക്കാം. അടുത്തൊരു ആഘോഷ ദിനത്തിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് ചേരാമെന്ന് വിധുവും അത് സമ്മതിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രേക്ഷകരോട് ഒരു 10 സെക്കൻഡിൽ രണ്ടുപേർക്കും പറയാനുള്ളത് പറയാം. ആദ്യം വിധു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യമായിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം എന്താ പറയണ്ടേ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തീർക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചാക്കോച്ചൻ്റെ KPSC അത് മനോഹരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. എല്ലാവരും പോയി കാണുക. ബ്യൂട്ടിഫുൾ സോങ്സ്, അത് ഞാൻ കേട്ടതാണ്. എന്തായിരുന്നാലും പോയി. ചാക്കോച്ച 10 സെക്കൻഡ്. ഞാൻ വിധു പറഞ്ഞത് തന്നെയാണ്. അത് ഒന്നും കൂടെ ഒന്ന് പറയുന്നു എന്നതിൽ എനിക്ക് ഒരു പ്രസക്തി ഒന്നും തോന്നുന്നില്ല. നല്ലൊരു സിനിമയെ സ്വീകരിച്ചതിന് KPSC കൊച്ചവ പൗലോ അയ്യപ്പ കോയിലോ എന്ന 7ാമത്തെ സിനിമ, എൻ്റെ 75ാമത്തെ സിനിമ, അത് സ്വീകരിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ഓണക്കാലത്തും ഓണത്തിന് ശേഷവും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അതിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരികയാണെങ്കിൽ അത് ലാൽജി പാടാത്തതുകൊണ്ടാണ്. എന്തായാലും പതിവ് പോലെ ചാക്കോച്ചൻ നമ്മുടെ പ്രേക്ഷകരെയും കൈരളി പീപ്പിൾ പ്രേക്ഷകരെയും ഒപ്പം വിധു പ്രതാപും നമ്മുടെ ആസ്വാദനത്തിൻ്റെ വളരെ നല്ല മുഹൂർത്തങ്ങളിലേക്ക് കൊണ്ടുപോയി. അതിന് വളരെ നന്ദി പീപ്പിളിൻ്റെയും ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെയും പേരിൽ പറയുകയാണ്. അതിന് നിമിത്തമായതിന് എനിക്ക് ഈ സമയം അനുവദിച്ചു തന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേക നന്ദിയും പ്രേക്ഷകരുടെ പേരിൽ പറയുന്നു. വളരെ നന്ദി. കുഞ്ചാക്കോ ബോബൻ, വിധു പ്രതാപ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. ഇടവേള.